ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ ഏതെല്ലാം ടൈം ഫ്രെയിം കറക്റ്റായിട്ട് നോക്കണം, അത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ലോസുകളുടെ എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നോ രണ്ടോ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ ഏതൊക്കെ ടൈം ഫ്രെയിം കറക്റ്റായിട്ട് നോക്കണം, ഇതെല്ലാം എങ്ങനെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കിയെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിന് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ ശ്രമിക്കുക. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാനിവിടെ 2-3 ടൈം ഫ്രെയിം എടുത്ത് വെച്ചിട്ടുണ്ട്. ഹയർ ടൈം ഫ്രെയിമും അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമും. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഹയർ ടൈം ഫ്രെയിം ഏത് നോക്കണം, അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ടൈം ഫ്രെയിം നോക്കണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോവുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ ലാസ്റ്റത്തെ ദിവസത്തെ മാർക്കറ്റ് തന്നെ നോക്കാം. ഈ ലാസ്റ്റ് ദിവസത്തെ മാർക്കറ്റിൽ ഞാൻ മോർണിംഗ് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത എന്ന രീതിയിൽ മാർക്കറ്റിനെ ഒന്ന് നോക്കി കാണണമെന്ന്. അത് ഏകദേശം ഒരു 9 മണിയായപ്പോഴത്തേക്കും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കാര്യം നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കാം. ഇപ്പോൾ നോക്കി മാർക്കറ്റ് ലാസ്റ്റ് ദിവസം ഈ ഒരു പോയിന്റിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതിന് ലാസ്റ്റ് ദിവസം ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിങ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് നടന്നത് കാണാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാർക്കറ്റിലെ മൊത്തത്തിലൊരു സെൻറ്റിമെൻ്റ് ഉണ്ടല്ലോ, ഇത് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന 5 മിനിറ്റിലോ 1 മിനിറ്റിലോ ആണെങ്കിൽ പോലും മാർക്കറ്റിലെ മൊത്തത്തിലുള്ളൊരു സെൻറ്റിമെൻ്റ് ഉണ്ടല്ലോ, മാർക്കറ്റ് ഇന്നത്തെ ദിവസം ബയ്യേഴ്സിൻ്റെ കയ്യിലായിരിക്കും അല്ല സെല്ലേഴ്സിൻ്റെ കയ്യിലായിരിക്കും, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആയിരിക്കുമോ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന രീതിയിൽ ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. ഈ ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ളൊരു പിക്ചർ ഉണ്ടല്ലോ, ബയ്യേഴ്സ് സ്ട്രോങ് ആയിരിക്കും അല്ല സെല്ലേഴ്സ് ആണോ സ്ട്രോങ്, ഒരു കറക്ഷൻ സാധ്യതയുണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ബുള്ളിഷിലേക്ക് ഒരു എൻട്രി ഇപ്പോൾ 5 മിനിറ്റോ 1 മിനിറ്റോ മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ മോർണിംഗ് തന്നെ നല്ലൊരു അപ്സൈഡിലേക്കുള്ള എൻട്രി ആയിരിക്കും ലാസ്റ്റ് ദിവസം കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇതിപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മോർണിംഗ് ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിരിക്കും കൂടുതൽ നോക്കുന്നത്, കാരണം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്കെന്നുള്ള വ്യൂവിൽ. പക്ഷേ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ അവിടെ നിന്നുള്ള എൻട്രീസൊക്കെ മാക്സിമം ഒഴിവാക്കാനും അവിടെ നിന്ന് കിട്ടുന്ന ലോസുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ 5 മിനിറ്റും 1 മിനിറ്റൊക്കെ എന്തിനാണ് നോക്കുന്നതെന്നുള്ള കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ഡെയിലി ടൈം ഫ്രെയിം എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ദിവസം നോക്കുകയാണെങ്കിലും ഒരു 2 ദിവസം ചെറിയൊരു കറക്ഷൻ വന്നു. ചെറിയൊരു കറക്ഷൻ അല്ല, ഒരു സെല്ലിങ് നടന്നതിന് ശേഷം അതേപോലെ തന്നെ റിക്കവർ ചെയ്തു, വീണ്ടും ബുള്ളിഷിലേക്കായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇത്രയൊരു മൂവ് നടന്നതിന് ശേഷം മാർക്കറ്റ് 2 ദിവസം ഒരു കറക്ഷനായിരുന്നു. 2 ഡോജി ക്യാൻഡിൽ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ 2 ഡോജി ക്യാൻഡിൽ, അതിനകത്ത് കറക്റ്റായിട്ട് മൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ തന്നെ അല്ലെങ്കിൽ 50 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് ഈ ഒരു ചാർട്ട് നമുക്ക് 50 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് എടുക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ 2 ദിവസത്തെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഡോജി ക്യാൻഡിലില്ലേ, ഈ ഒരു ചാർട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഫസ്റ്റ് ദിവസത്തെ ഡോജി ക്യാൻഡിൽ ക്ലോസ് ചെയ്തതും സെക്കൻഡ് ദിവസത്തെയും. അപ്പോൾ ഇവിടെ നോക്കി ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു കറക്ഷൻ, നെക്സ്റ്റ് ഒരു ബിൽഡപ്പിന് സാധ്യത അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിൽ ചെറിയൊരു കറക്ഷൻ നടത്തിയിട്ട് വീണ്ടും ഒരു അപ്സൈഡിലേക്കുള്ള സാധ്യത എന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ. ഇപ്പോൾ ലാസ്റ്റ് ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും മാർക്കറ്റിൽ ഇത് നോക്കി എവിടെ നിന്നായിരിക്കും മാർക്കറ്റിൽ റിവേഴ്സൽ പോയിൻ്റ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എടുത്തതില്ലേ. ഈ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഡെയിലി ടൈം ഫ്രെയിം എടുക്കുക. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ നിന്നാണ് ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനത്തെ സാധ്യത എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ 50 മിനിറ്റിൻ്റെ കാര്യവും പറയാം. ഡെയിലി ടൈം ഫ്രെയിമിലാണ് മെയിനായിട്ട് നോക്കേണ്ടത് കാര്യങ്ങൾ, മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിമായിട്ട് എപ്പോഴും ഡെയിലി ടൈം ഫ്രെയിം എടുത്ത് വെക്കുക. അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഡെയിലി ടൈം ഫ്രെയിം ഇപ്പോൾ ഒരു സെല്ലിങ്ങോ ചെറിയൊരു കറക്ഷൻ വരുന്നുണ്ടെന്നാണെങ്കിലും മാർക്കറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് റിവേഴ്സ് ആവും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചെറിയൊരു കറക്ഷൻ സാധ്യത കിട്ടി, എങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റ് എവിടം വരെ വന്നിട്ട് വീണ്ടും റിവേഴ്സ് ആവും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കാനായിട്ട് 50 മിനിറ്റിലെ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണൊക്കെ ഉണ്ടല്ലോ. 50 മിനിറ്റിലാട്ടോ സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്കുള്ള കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 50 മിനിറ്റിൽ ഈ കാര്യങ്ങൾ എടുത്ത് വെക്കുക. മെയിനായിട്ടുള്ളൊരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സെല്ലിങ് നടന്നാലും ചെറിയൊരു കറക്ഷൻ നടന്നാലും എവിടെ നിന്ന് റിവേഴ്സ് ആവുന്നുള്ള കാര്യമാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റത്തെ വീഡിയോയിൽ. അപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് സാധ്യതയുണ്ട്. മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. മാർക്കറ്റ് ഒരു 24,500 റൗണ്ട് നമ്പറും ഉണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞാൽ ബയ്യേഴ്സ് ഒന്ന് എൻ്റർ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, നമ്മളൊരു ബൈ എൻട്രി എടുക്കാൻ നേരത്ത് അവിടെ ബയ്യേഴ്സ് എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബയ്യേഴ്സ് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു പോയിന്റ്, നല്ലൊരു സെല്ലിംഗ് നടക്കാൻ സാധ്യതയുള്ള പോയിന്റിൽ പോയിട്ട് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നോ രണ്ട് ലോസ് കിട്ടിയെന്ന് വരും. അപ്പോൾ അതുപോലെ കൂടുതൽ ബയ്യേഴ്സ് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ളൊരു പോയിന്റിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ദിവസം മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു റൗണ്ട് നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു ഡിമാൻഡ് സോണാണ്, ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ലേ. അപ്പോൾ അതേ രീതിയിലേക്ക് നമുക്ക് ചാർട്ടിലേക്ക് നോക്കിയാലും കാര്യങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിൽ വെച്ച് റിവേഴ്സ് ചെയ്ത് കാണാൻ പറ്റും. 2 ദിവസം കറക്ഷൻ വന്നു, കറക്റ്റായിട്ട് ആ ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് ആയിരുന്നു 24,500 റൗണ്ട് നമ്പർ ആയിരുന്നു. കറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെയാണ് റിവേഴ്സ് ആയത്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മൊത്തത്തിലൊരു ഒരു സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ടോ, ഇത് നടക്കുവാണെങ്കിൽ എവിടം വരെ എത്തും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ടോ. ഇപ്പോൾ ഈ ഒരു ദിവസത്തെ കണ്ടില്ലേ, ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു, നല്ലൊരു സെല്ലിംഗ് തന്നെയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നല്ലൊരു സെല്ലിംഗ്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കറക്റ്റായിട്ട് നടന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. ഈ ഡെയിലി ടൈം ഫ്രെയിം ഇത് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് നടക്കാൻ സാധ്യത ഉണ്ടെന്നാണെങ്കിൽ ഈ സെല്ലിംഗ് എവിടം വരെ വരും എന്നുള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ, എവിടം വരെ വരും, എവിടെ നിന്നായിരിക്കും മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവാനുള്ള സാധ്യത എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് 50 മിനിറ്റിൽ ഒരു സപ്ലൈ സോണോ ഡിമാൻഡ് സോണോ കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള എൻട്രീസ് ആ ഒരു പോയിന്റിൽ വെച്ച് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നോക്കി ആ ഒരു 50 മിനിറ്റിലെ പോയിന്റിൽ വന്നിട്ടല്ല മാർക്കറ്റ് റിവേഴ്സ് ആയത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഏതൊക്കെ ടൈം ഫ്രെയിം ഞാൻ കറക്റ്റായിട്ട് നോക്കണം എന്ന് പറയാം. അപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യുവാണെങ്കിലും സ്കാൽപ്പിംഗ് 1 മിനിറ്റിലാണ് നോക്കുകയെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ എൻട്രി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി എടുക്കാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്സിറ്റിനോ അതിന് വേണ്ടിയിട്ട് മാത്രം 1 മിനിറ്റ് യൂസ് ചെയ്യുക. ഏത് നേരം 1 മിനിറ്റിലെ ചാർട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് ഡെയിലി കാണുന്ന എല്ലാം ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നും. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് 1-2 നല്ല ക്വാളിറ്റി ട്രേഡ്സ്, അതും മെയിനായിട്ടുള്ളൊരു ഡിമാൻഡ് സോണിൽ നിന്ന് അല്ലെങ്കിൽ ബയ്യേഴ്സ് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റിൽ നിന്ന് ഒരു സ്കാൽപ്പ് എൻട്രി, ഒരു ബുള്ളിറ്റ് സൈഡിലേക്ക് ഒരു എൻട്രി, ഇല്ലെങ്കിൽ ഒരു സപ്ലൈ സോണിൽ വെച്ചിട്ട് മെയിനായിട്ടുള്ള സപ്ലൈ സോണിൽ വെച്ചിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി, ആ രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് 1 മിനിറ്റ് എടുക്കുക. അതിൻ്റെ കാര്യം ഞാനിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ചാർട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ചെറിയൊരു കറക്ഷൻ, നമ്മൾ പറഞ്ഞ പോലെ 50 മിനിറ്റിലേക്ക് ഉള്ള ഡിമാൻഡ് സോണും കാര്യങ്ങളെല്ലാം. ഇനി ഇതേ ചാർട്ട് നേരെ 1 മിനിറ്റിലേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും 50 മിനിറ്റിലെ ഡിമാൻഡ് സോണാണ്. ഇപ്പോൾ 1 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രീസ് കിട്ടിയതായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല, കാരണം ഈ ഒരു പോയിന്റിലെല്ലാം വെച്ച് ട്രേഡ്സ് എടുത്തവർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഇതുണ്ടോ, ആ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു ബുള്ളിഷിലേക്കൊരു പുഷ്, മെയിനായിട്ടുള്ള ഡിമാൻഡ് സോണിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ലൊരു പുഷ് അവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ബയ്യേഴ്സ് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ള പോയിൻ്റാണ്. 1 മിനിറ്റിലേക്ക് നോക്കിയാലും നമുക്ക് 1-2 മൊമെൻറ്റോ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും ഈ ഒരു പോയിന്റിലേക്ക് തന്നെ വരുവാണെങ്കിലും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ SMCയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. അല്ല, ഇത് 50 മിനിറ്റിലെ സോൺ തന്നെയാണ് കേട്ടോ. 50 മിനിറ്റിലെ സോണിലേക്ക് എത്തിയപ്പോഴത്തേക്കും മാർക്കറ്റ് അത്രയും നല്ല സെല്ലിങ് വന്നു, വീണ്ടും റിവേഴ്സ് ആവുന്ന കാണാം. അപ്പോൾ 50 മിനിറ്റിൽ നമ്മൾ നോക്കുന്ന സപ്ലൈ സോണും ഡിമാൻഡ് സോണും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനാണ്. 1 മിനിറ്റിലേക്ക് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ്, ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാനായിട്ട് എപ്പോഴും 1 മിനിറ്റ് എടുക്കുക. 1 മിനിറ്റ് മാത്രം നോക്കിയിട്ട് എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രേഡുകൾ എടുത്തും പോവും, ഒരുപാട് ലോസുകളും പെറുക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും 50 മിനിറ്റിൽ ഒരു സപ്ലൈ സോണിൽ പോയിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് സോണിൽ പോയിട്ടോ മാത്രം 1 മിനിറ്റിൽ എൻട്രി എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിൽ സപ്ലൈ സോണിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാപ്പ് നോക്കിയിട്ട് ലിക്വിഡിറ്റി ട്രാപ്പ് നോക്കിയിട്ട് എൻട്രി എടുക്കാം. ഇനി അത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക്, ഇപ്പോൾ നോക്കി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ലാസ്റ്റത്തെ ഒരു ഹൈന് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഇനി അതിലും ഒരു ഐഡിയ ഇല്ല, നമുക്ക് ബ്രേക്ക് ഔട്ടൊക്കെ അറിയുള്ളൂ എന്നാണെങ്കിൽ ഈ ഒരു പോയിന്റ് നോക്കിയാൽ സെല്ലേഴ്സ് നന്നായിട്ട് എൻ്റർ ചെയ്ത പോയിൻ്റാണ്. വീണ്ടും ഇവിടേക്ക് എത്തിയപ്പോൾ ചെറിയൊരു സെല്ലിംഗ് കാണുന്നുണ്ട്. വീണ്ടും ബയ്യേഴ്സിൻ്റെ സ്ട്രോങ് തന്നെയാണ്, കാരണം 50 മിനിറ്റിലെ സോണിലെത്തിയപ്പോൾ ബയ്യേഴ്സാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യത്തില്ലേ, അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ബയ്യേഴ്സ് കൂടുതലായിട്ട് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ട്രേഡ് തന്നെയായിരിക്കും.
അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും 1 മിനിറ്റ് യൂസ് ചെയ്യുക. 1 മിനിറ്റ് മാത്രം നോക്കിയിട്ട് എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യാതിരിക്കുക. ഇപ്പോൾ 1 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിംഗ് വന്നൊരു പോയിൻ്റാണ്. മെയിനായിട്ടുള്ള 50 മിനിറ്റിലെ സോണിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഇനി ഇതേ കാര്യം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് മാർക്കറ്റ് ഏത് പോയിൻ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കറക്ഷന് സാധ്യതയുണ്ട്. ഈ കറക്ഷൻ നടന്നാലും എവിടെ വരെ മാർക്കറ്റ് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട്, എവിടെ നിന്നായിരിക്കും വീണ്ടും റിവേഴ്സ് ആവുന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് 50 മിനിറ്റിലെ ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. 50 മിനിറ്റിലെ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ബൈയേഴ്സിൻ്റെ അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റിലെ റിവേഴ്സൽ പോയിൻ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ട്രേഡ് ആ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ചാറ്റിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ ചാറ്റിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ പറഞ്ഞതിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് ബാങ്ക് നിഫ്റ്റീൻ്റെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ അത് ലാസ്റ്റ് ദിവസത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് 50 മിനിറ്റിൽ എവിടെ നിന്നായിരിക്കും റിവേഴ്സൽ അല്ലെങ്കിൽ എവിടെയായിരിക്കും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ വളരെയധികം സിമ്പിളാണ്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ എവിടെ നിന്നാണ് ആ ഒരു ബൈങ് അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് വീണ്ടും നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ റീഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സ്കാൽപ്പിംഗ് ഇപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ ചാടി എൻട്രി എടുക്കാതെ തലേദിവസം തന്നെ ഇതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ എല്ലാ വ്യൂവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്ത ട്രേഡുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാൻ ചെയ്ത ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ മെയിനായിട്ടുള്ള ലെവൽസിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് ട്രേഡ് കിട്ടുന്നത്. അങ്ങനത്തെ ട്രേഡുകൾ മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. തോന്നുന്ന എല്ലാം ട്രേഡല്ല എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ട്രേഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ 1 മിനിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ട്രേഡ്സ് ആയിരിക്കും ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു കുറച്ച് ക്വാളിറ്റി ട്രേഡ്സ്, അത് 50 മിനിറ്റിലെ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ 5 മിനിറ്റിലെ 50 മിനിറ്റിലെ ഡിമാൻഡ് സോണിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ മാത്രം പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രമിക്കുക. ഈ വീഡിയോ ഇവിടെ കൊണ്ടുതന്നെ നിർത്താം.